ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോ ചെയ്തിട്ട്. കാരണം കുറേ നാളെ ഒരു ഡേ പ്രൊഡക്റ്റീവായിട്ട് എടുത്തിട്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. സോ ഇന്ന് എനിക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു. അപ്പോൾ ഇത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അമ്പലത്തിൽ പോകണം. അപ്പോൾ രാവിലെ എണീച്ച് ഉടുപ്പൊക്കെ തേച്ച് ഒരുങ്ങി ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റായിരുന്നു. ഒരു 6:30 എനിക്ക് ഇറങ്ങണമായിരുന്നു. ഉത്സവമാണ് അവിടെ. അപ്പോൾ മെയിൻ ഉത്സവം മറ്റന്നാളാണ്. അപ്പോൾ അതിന് വേണ്ടി തൊഴാൻ പോകാമായിരുന്നു. അങ്ങനെ ഞാനൊരു വൈറ്റ് ചുരിദാറാണ് എടുത്തിട്ടിരുന്നത്. അതിനുള്ളൊരു പ്രിപ്പറേഷനാണ്. 6:30 ഇറങ്ങണമെന്ന് വിചാരിച്ചു. ഒരു 6:35 ആയപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയായിരുന്നു. പിന്നെയും താമസിച്ചാൽ ഒന്നാമത്തെ കാര്യം നല്ല ചൂടാണ്, രണ്ടാമത്തെ കേസ് ഭയങ്കര തിരക്കായിരിക്കും. സോ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവാനായിട്ടുള്ളൊരു തത്രപ്പാടിലായിരുന്നു. അങ്ങനെ വേഗം മുടിയൊക്കെ കെട്ടി പെട്ടെന്ന് ഇറങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അതിനുശേഷം ഞാൻ അമ്പലത്തിൽ ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിലെത്തി. ഇത് ഇളമ്പള്ളൂർ എന്ന് പറയുന്നൊരു അമ്പലത്തിലാണ്. അപ്പം അവിടെ പൊങ്കാല നടക്കുകയാണ്. ഇന്ന് പൊങ്കാല ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഞാനൊരു 8 മണി ആയപ്പോഴത്തേക്ക് തിരിച്ചെത്തിയിട്ട് നല്ല പണിയുണ്ട്. രാവിലത്തെ ഒരു പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല പണിയുണ്ട്. ആ പണി എന്താണെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് ഞാൻ ഔട്ട്ഫിറ്റൊക്കെ മാറ്റി വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇതാണ് പണി. ഇത് 20 ചട്ടിയുണ്ട്. ഈ 20 ചട്ടിക്കകത്ത് 20 തൈയുണ്ട്. ഇത് നമ്മൾ നിറയ്ക്കുകയാണ് പണി. അതുകൊണ്ട് സിമെൻറ്റ് ചട്ടിയാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അത് പുറത്തെടുത്ത് വെക്കുക എന്നായിരുന്നു. അപ്പോൾ ആദ്യമേ ഞാനതെല്ലാം 20 ചട്ടി എടുത്ത് പുറത്ത് വെച്ചു. ഓരോന്നിനും വെയിറ്റ് ഉണ്ട്, ഓരോന്നിനും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. സോ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്ന കുറച്ച് ടാസ്ക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 3 എണ്ണം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി. കാരണം വെയിറ്റ് കുറച്ച് എടുത്താലും പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ, അല്ലെങ്കിൽ 20 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരുമല്ലോ. അങ്ങനെ കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഞാനത് അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ പണിയായിരുന്നു എനിക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓരോന്നല്ല, ഇങ്ങനെ അപ്പോൾ നമ്മൾ ആദ്യമേ ചട്ടി എടുത്തു. ഞാൻ ആദ്യമേ ബാക്ക് സൈഡിലാണ്, വീടിൻ്റെ ബാക്ക് സൈഡിലാണ് വെക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആദ്യത്തെ കുറച്ചെണ്ണം കൊണ്ടുവന്നിട്ട് ആദ്യമേ അതിനകത്ത് കരിയില ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യമേ എല്ലാത്തിനകത്തും കരിയില നിറച്ചു. കരിയില നിറച്ചതിന് ശേഷം ചാമ്പൽ ഒരിടത്ത് ഞങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിനുശേഷം അത് ചാമ്പൽ നിറച്ചു. പിന്നീടാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നാൽ പിന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കാൻ പാടാണല്ലോ. അതുകൊണ്ട് ഞങ്ങളതെല്ലാം കൂടെ കൊണ്ടു ചെന്നിട്ട് ഫ്രണ്ട് സൈഡിൽ വെക്കാൻ തീരുമാനിച്ചു. സോ ഇതെല്ലാം വീണ്ടും വീണ്ടും പറിക്കും. മറ്റേത് 3 എണ്ണം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. 2 എണ്ണമൊക്കെ വെച്ചിട്ട് കൊണ്ടുവരും. അങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് അതെല്ലാം കൂടെ എടുത്ത് ഫ്രണ്ടിലോട്ട് എത്തിച്ചു. അങ്ങനെ പിന്നെ അവിടുന്നും ഇവിടുന്നും ഒക്കെ കരിയില ഒരു സ്ഥലത്ത് മാത്രം കിടപ്പില്ല. സോ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കരിയിലകളെല്ലാം എടുത്ത് എല്ലാത്തിനകത്തും നിറച്ചു. 20 ചട്ടിക്കകത്തും വേണമല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ പിന്നെ ചാക്കിനകത്താക്കി കൊണ്ടുവന്നു കുറച്ച് കരിയില. പിന്നെ നമ്മൾ മറ്റേ ചാമ്പൽ ഉണ്ടായിരുന്നു, ചാമ്പലും അതിനകത്തിട്ടു. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ, അതായത് ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ സംഭവം. ഇത് 600 രൂപയ്ക്കാണ് നമുക്ക് 20 ചട്ടി ഇത്രയും തൈയും ഒരു പാക്കറ്റ് വളവും കിട്ടി. അപ്പോൾ നമ്മൾ ഈ വളവും പിന്നെ ചാണകപ്പൊടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ കുറച്ചെടുത്തുനിന്ന് മണ്ണെടുത്ത് കിളച്ചുകൊണ്ട് വന്നു. സോ ഇതെല്ലാം കൂടെ ഞങ്ങൾ അവിടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അച്ഛനത് ഓരോന്നിനകത്തും വാരിയിട്ടു. പിന്നെ എൻ്റെ ഫ്രണ്ടിലും ഫുള്ള് വിറവായിരുന്നു. അപ്പോൾ അത് ഒതുക്കാണ്ട് ഇത് വെച്ച ഒരു ഭംഗി ഉണ്ടാവും ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇരുന്ന് ആ വിറവ് മൊത്തം ഒതുക്കി. നല്ല ചൂടാണ്. 12 മണി. എനിക്കത് ഏകദേശം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 12 മണിയാണ്. അപ്പോൾ നല്ല ചൂട് കൊണ്ട് പെട്ടെന്ന് വിയർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഈ വിറവൊക്കെ ഒന്ന് മാറ്റി ഞങ്ങൾ ക്ലീനപ്പ് ആക്കി.
അപ്പോൾ ഇതാണ് ഞങ്ങളെ ഫൈനൽ റിസൾട്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് വൃത്തിയാക്കിയായിരുന്നേ. അപ്പം നന്നായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ നിന്നുകൊണ്ട്, അപ്പം ഞാൻ മീൻസ് ആദ്യത്തെ ഒരു ഇനിഷ്യൽ സമയത്തൊക്കെ ഞങ്ങൾ 3 പേരും കൂടെ നിന്നുകൊണ്ട് ഒരുപാടങ്ങ് സമയം എടുത്തില്ല, എന്നാലും ഏകദേശം ഒരു 12 മണിയായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം തൈ വെക്കാമെന്ന്. പിന്നെ വിചാരിച്ചു എന്തായാലും മെനക്കെട്ടില്ല, അങ്ങനെ ഞാൻ വിചാരിച്ചു തൈ എല്ലാം വെക്കാമെന്ന്. എന്തൊക്കെയോ തൈ ഉണ്ടായിരുന്നു, എനിക്ക് തക്കാളിയും മുളകും മാത്രമേ മനസ്സിലായുള്ളൂ, വേറെ തൈയൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ എല്ലാ തൈയും ഓരോന്നിലും ഓരോന്ന് വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം വെച്ചു. അതിനുശേഷം ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടുവന്നു. നമ്മൾ എപ്പോഴും നമ്മൾ കഞ്ഞിവെള്ളം വീട്ടിൽ സ്റ്റോർ ചെയ്യില്ല, ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് കഞ്ഞിവെള്ളം എല്ലാത്തിനും ഒഴിച്ചു. പിന്നെ എന്തായാലും വൃത്തിയാക്കണം. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തൂത്തും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം വൃത്തിയാക്കുള്ളൂ. ഞാൻ 2 ചൂലൊക്കെ കൊണ്ട് തൂക്കുമായിരുന്നു. കാറ്റുണ്ടായതുകൊണ്ട് കാറ്റ് നന്നായിട്ടത് പറപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് മുഴുവനും തൂത്തു. അങ്ങനെ മുഴുവൻ തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളം എടുത്ത സാധനങ്ങളെല്ലാം, പിന്നെ തൂമ്പ എല്ലാം കോരിയെല്ലാം ക്ലീൻ ആക്കണമല്ലോ. സോ അതെല്ലാം ക്ലീനാക്കി ചൂലും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഞാൻ ബൈ പറഞ്ഞു. പിന്നെ കുളിച്ചു, തുണിയെല്ലാം കഴുകിയിട്ടു. ഓക്കെ ഗായ്സ്, അപ്പം കുളിയൊക്കെ കഴിഞ്ഞു. എനിക്ക് നല്ല തലവേദനയുണ്ട്. ആ വേഗത്ത് നിന്നുകൊണ്ടായിരിക്കും നല്ല തലവേദനയുണ്ട്. സോ ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഫുഡ് കഴിക്കാറുണ്ട്, പിന്നെ കുറച്ച് നേരം കിടക്കാം. അത് കഴിഞ്ഞ് അത് എന്താവും, തലവേദന മാറുവാണെങ്കിൽ വേറെ കുറച്ച് പണിയുണ്ട്, അല്ലെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ വേറെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ TV കാണണം, സിനിമ എന്തെങ്കിലും കാണണം, അങ്ങനെയാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.